സൂര്യ സാറിന് എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞ? സാറിനിപ്പോ ബുദ്ധിമുട്ട് വല്ലതും? മോളെ, ഞാനിപ്പോ ഡോക്ടറെ കണ്ട് സംസാരിച്ചതേ ഉള്ളൂ. സൂര്യക്ക് കാര്യമായ ചില പ്രശ്നങ്ങളുണ്ട്. കാലി നിലത്തൂത്താൻ ദിവസങ്ങളെടുക്കും. അതുപോലെ തന്നെ ശ്വാസകോശത്തിലെ ഈ പുകപടലം നീങ്ങി അവൻ സാധാരണ കണ്ടീഷനിൽ എത്താനുമായിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഭാഗ്യം ജീവനാകത്തില്ല. ഈശ്വര, എന്താ സാറേ നന്ദിനി മോളെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്? ഈ നേരം വരെ കണ്ണീര് തുറന്നിട്ടില്ല. എനിക്കറിയാടോ രാജു, പക്ഷേ കിട്ടിയൊരു അവസരം മുതലാക്കാൻ അവരെന്തും ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് അത് ഒഴിവാക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നി. സൂര്യ സാറ് എപ്പോഴാ ആശുപത്രി വിടുക? മിക്കവാറും നാളെ രാവിലെ തന്നെ അവനെ ഡിസ്ചാർജ് ചെയ്യും. സാറ് പേടിക്കണ്ട, സൂര്യ സാറിനെ ഞാൻ നോക്കിക്കോളാം. അതെനിക്കറിയാം മോളെ. ഇപ്പൊ അവന്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ 1-2 ദിവസം കഴിയുമ്പോ അവനെ തിരിഞ്ഞു നോക്കാതെയാവും. വേദയ്ക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോ ഈ പറഞ്ഞവരുടെയൊക്കെ സ്നേഹം ഞാൻ കണ്ടതാ. ഡോക്ടറോട് ഞാൻ പറഞ്ഞ ധൈര്യം നിന്നെക്കുറിച്ച. അവന്റെ അടുത്ത് ഇപ്പോഴും ആളുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിലൊക്കെ നോക്കുന്ന പോലെ നന്നായി അവനെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ പെട്ടെന്ന് നോക്കിയാവും മോളെ. തിരിച്ചു വരാനുള്ള ശേഷി അവനുണ്ട്. പിന്നെ മോളെ, മുംബൈയില് നമ്മുടെ കമ്പനിയുടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അങ്ങോട്ട് സൂര്യയാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആരെങ്കിലും ഇപ്പൊ പോവാതെ പറ്റില്ല. ചില പ്രധാനപ്പെട്ട എഗ്രിമെന്റുകളൊക്കെ ഉള്ളതാ. അതുകൊണ്ട് ഞാനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്. അയ്യോ, സാറ് പോയ അങ്ങനെ? സാറില്ലെങ്കിലേ അവര് നന്ദിനോട് പകരം വിട്ടു സാറേ. പോകാതെ നിവൃത്തിയില്ലടോ. 2-3 ദിവസത്തെ കാര്യമുള്ളൂ. എക്സ്പോ ആരംഭിച്ചു കഴിഞ്ഞു. അത് കുഴപ്പമില്ല സാർ. സാർ പോയിട്ട് വാ. സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സൂര്യ സാറിന്റെ കാര്യത്തിൽ സാർ വിഷമിക്കണ്ട. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും സാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. ആ കാര്യത്തിന് എനിക്ക് സംശയമൊന്നുമില്ലല്ലോ മോളെ. പ്രത്യേകിച്ച് ഇപ്പോ. കാരണം എന്റെ മോനെ അത്രയ്ക്ക് മോള് സ്നേഹിക്കുന്നുണ്ട്. അച്ഛനും അത് തന്നെയാ മോളെ ആഗ്രഹിച്ചിരുന്നേ. എല്ലാം ശരിയാവും മോള്. വാ വാ. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നന്ദിനി വിളിച്ച കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞതാ. അവളെ വിളിക്കുമ്പോ ഇനി എന്താ പറയാ? നമ്മള് കാല് പിടിച്ച് കെഞ്ചിയില്ലേ? സൂര്യ കാണിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച പിന്നെ നമ്മളെന്ത് ചെയ്യും? ഏട്ടനും വിവേകം തമ്മിലുള്ള ബന്ധം അവിടെയുള്ള എല്ലാവർക്കും നന്നായി അറിയാവുന്നതല്ലേ? ആ, അത് തന്നെയാണ് പ്രശ്നം. സൂര്യയോടുള്ള അതേ ബന്ധം നന്ദിനിയോടും നമുക്കുണ്ടെന്ന് അവർക്ക് അറിയാലോ. നന്ദിനിയും നന്ദിനിയുടെ വീട്ടുകാരെ എല്ലാം ഒതുക്കി മാറ്റി നിർത്തുമ്പോ നമ്മളെ മാത്രമായിട്ട് എന്തിനാ വെറുതെ വിടുന്നത്? എങ്ങനെ കൊട്ടി ഘോഷിച്ചാലും ശരി, ഇത്രയും നെറികെട്ടൊരു കുടുംബത്തിനെ ഞാൻ കണ്ടിട്ടില്ല വിവേകെ. അവരെന്താ കരുതുന്നേ? ഇതോടെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നോ? നന്ദിനി എന്നേക്കുമായിട്ട് ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാമെന്നോ? അങ്ങനെ അവര് സ്വപ്നം പോലും കാണണ്ട. അവള് പോവില്ല. സൂര്യക്ക് ബോധം വീഴട്ടെ. അവൻ സംസാരിച്ചു തുടങ്ങുമല്ലോ.